ഓൺ വോയിസ് ചെയ്യണമെന്ന് ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓൺ വോയിസ് ചെയ്യാൻ പുറത്തുനിന്നുള്ള മടി കാരണമാണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാത്തത്. ഇപ്പൊ തന്നെ ഓൺ വോയിസ് ചെയ്യുമ്പോ കുറെ തെണ്ടികൾ ചിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡ്രസ്സിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാനാണ്. എന്റെ കൂടെ ഉള്ളത് ആഷിക്കും സനയും അനുവാണ്. ഓരോ പ്രത്യേകിച്ച് വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തേ കളിക്കുന്നേ? അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? തോന്നണ്ട, എനിക്കും എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു ഇംഗിതക്കുറവ്, സ്റ്റേഷൻ കിട്ടുന്നില്ല, എന്റെ പവർ അങ്ങ് വരാത്ത പോലെ. പിന്നെ പവർ നോക്കി എന്നിട്ട് കാര്യമില്ല, ആദമ കരയും, ആദമ കരഞ്ഞാ പിന്നെ ആദമിനെയും കൂട്ടേണ്ടി വരും, ആദമിനെ കുട്ടിയാ പിന്നെ ആദമിനെ കുട്ടിയോട് ഇരിക്കേണ്ടി വരും. എന്നാലും ഒരു ഇംഗിതക്കുറവുണ്ട്. കൊറേ കോപ്രായങ്ങൾ കാണിച്ചു നോക്കി, പിന്നെ കണ്ണട ഒന്ന് കഴിച്ചു നോക്കി, അതിന്റെ വല്ലതും ആണോ അറിയില്ലല്ലോ. പോട്ടെ, ശരിയാവുന്നില്ല. അങ്ങനെ ഞാൻ ഗേറ്റ് ഒക്കെ തുറന്ന് കാറിലൂടെ കയറി. ഇനി ആദമിനെ കാണാത്തവർക്ക് ആദമിനെ കാണിച്ചു തരാം. ഇതാണ് എന്റെ ആദം. ആദമിനെ വീട്ടിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ പോകാൻ തുടങ്ങി. ആദ്യം സ്കൂട്ടി പോകണമെന്നായിരുന്നു വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് വേണ്ട, കാർ പോവാം. യെസ്, അങ്ങനെ നമ്മൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. വീഡിയോ എടുക്കാൻ ഞാൻ എപ്പം പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ചടപ്പുണ്ട്. ശരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങാണ്ടിരിക്കുന്നത്. ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇതുപോലെ മടി. ആൾക്കാർ എന്ത് പറയും, എന്ത് ചിന്തിക്കും, ഈ പറയുന്ന എന്നെ ആയാലും കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ വലിയ യൂട്യൂബർ ആയ ഞങ്ങളെ മറക്കല്ലേ, ഇതൊക്കെ ശരിക്കും ഭയങ്കര സറ്റാരിക്കലായിട്ടാണ് അവർ പറയുന്നത്. അത് കേൾക്കും നമുക്കും എന്ന് തോന്നും. പിന്നെ ഒരു മടുപ്പ്, വേണോ വേണ്ടയോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു 5-6 വർഷമായി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ച സാധനം ഞാൻ ഇപ്പത്തേക്ക് മാറ്റി ഇപ്പൊ കറന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. പണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയോ എത്തിയിട്ടുണ്ടാവുന്നല്ലേ. ശരിക്കും അങ്ങനെ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിരിച്ചു കൊടുക്കണം. ഒരു തന്തൊക്കെ വിളിച്ച സുഖം കിട്ടും. അതിന്റെ ഇടയിൽ എങ്ങനത്തെ പോസ് വേണം, എങ്ങനെ എടുക്കും, അവിടെ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതായിരുന്നു. ശരിക്കും എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നോക്കുന്ന പോലെയായിരുന്നു അവസാനം ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയപ്പോൾ. അവിടെ വെറുതെ നിന്നാൽ നമ്മൾ അവർ ഓടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ അവിടെ പോയത്? അതെ, ചായ കുടിക്കാൻ. അങ്ങനെ കൈ കിട്ടി എന്തൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അവിടെ പോയിരുന്നു. ശരിക്കും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്കതിൽ നല്ല കഴിവുണ്ട്, നീ അതുപോലെ ചെയ്യുന്നത്. ആൻഡ് ഹംഗ്രി ബില്ലിന്റെ ഒരു സംസാര രീതിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ ഒക്കെ അതൊന്നും ശരിയാവില്ലേ, ആൾക്കാരൊക്കെ കളിയാക്കും. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് നൗ ഞാൻ അത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം എന്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്ന ആള് ശരിക്കും അവിടെ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ ആൾക്കാർ കളിയാക്കൂല എന്നുള്ള ചോദ്യമൊന്നും വേണ്ട, അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം. സ്റ്റിൽ ദ സെയിം ഗേൾ വിത്ത് സെയിം നെയിം, ജസ്റ്റ് എ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആൻഡ് എ ന്യൂ ഗെയിം. യെസ്, ആ കുട്ടി തന്നെ വലിയ മാറ്റമൊന്നുമില്ല, പേരിനും മാറ്റില്ല, പക്ഷെ മൈൻഡ് സെറ്റ് കുറച്ച് മാറി. ആൻഡ് സ്റ്റാർട്ട് ഇൻ ഹിയർ. ട്രസ്റ്റ് ദ ബിഗിനിങ് കേട്ടിട്ടില്ലേ? അതെ, ഞാൻ അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കഫേയാണ്, നല്ല അടിപൊളി. ഇത്രയും ദിവസം മഴയായിരുന്നെങ്കിലും ഇന്ന് ചെറിയ വെയിലൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. ഈ മഴേന്റെ ഇടയിൽ ഒരു വെയിൽ കണ്ടപ്പോൾ കണ്ടൊരു സന്തോഷം ഉണ്ടല്ലോ. ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ ശരിക്കും വെയിൽ തന്നെ വേണം അല്ലേ. അങ്ങനെ വീഡിയോ എടുക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ മാറ്റി നോക്കി. ബാക്കിൽ ആൾക്കാർ ഇരുന്നുണ്ട്, അത് നോക്കി. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ഫോട്ടോ എടുത്ത് തരുമോ എന്നുള്ള ചോദ്യം. ഫ്രസ്ട്രേഷൻ. എന്തൊക്കെയായാലും നമ്മൾ അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സാധനം വന്നു. ക്യാപ്പിച്ചിനോ, പിന്നെന്താ ബ്ലാക്ക് ബ്രൗണിയോ, അങ്ങനെ എന്തോ സാധനമായിരുന്നു. ബട്ട് സത്യം പറയാലോ, ആ ക്യാപ്പിച്ചിനോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആ ബ്ലാക്ക് ബ്രൗണി അത് വലിയ സീനില്ല. പക്ഷെ നമ്മളെ മെയിൻ പർപ്പസ് ഫുഡ് കഴിക്കലല്ലോ, വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും അല്ലേ. അപ്പൊ ഞാൻ പിന്നെ എന്താക്കി, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഫോട്ടോ എടുക്കാൻ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരുണ്ടെങ്കിലും മടിയുണ്ടെങ്കിലും ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ തുടങ്ങി. വലിയ കുഴപ്പമില്ല. ക്ലൈമറ്റിന്റെ പ്രശ്നമാണോ ഇനി ഫോണിന്റെ പ്രശ്നമാണോ എന്താ ഒന്നും മനസ്സിലാവില്ല. ഇനി എന്റെ പ്രശ്നമാണോ എന്നറിയില്ല. എവിടെ ഒരു ഇംഗിതക്കുറവ്. പിന്നെന്താ, കുറച്ച് ഫോട്ടോസൊക്കെ ഒന്നിൻ്റെ എടുത്ത് പിന്നെ ബാക്കിൽ ബാത്റൂം പോയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തത് എനിക്ക് ആ വൈറ്റിനെക്കാട്ടിലും ഇഷ്ടമായി ഇതാന്ന് തോന്നിട്ട്, ഇത് എനിക്ക് ചേരുന്ന പോലെ ഉണ്ട് നല്ല. അപ്പൊ ഞാൻ അതിൽ കുറച്ചും കൂടെ എടുക്കാൻ വയ്ക്കും. ബട്ട് എനിക്കെന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു, എന്തോ ഒരു രസമില്ലാത്ത പോലെ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് നമ്മൾ എന്താക്കി അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയതൊരു തോന്നല്. എന്തായാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡ്രസ്സ് ആട്ടോ, നല്ല കംഫർട്ട് വെയർ ആണ്. ഇതിന്റെ സ്ലീവ് ആയാലും ഇതിന്റെ നെക്ക് ആയാലും ഓപ്പണിംഗ് ആയാലും പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഇതിന് പോക്കറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മളങ്ങനെ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ശരിക്കും കഴിക്കാൻ തോന്നില്ല, ആർക്കും കൊടുക്കാനോ തോന്നില്ല, അത്രക്കും നല്ല കംഫർട്ട് വെയർ ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? കൂടെ വന്നവരൊക്കെ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പാണ്. പക്ഷെ എന്താ, ഞാൻ കാണിക്കും, അതെ കാണിക്കും. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. ഇനി ഇതുകൊണ്ട് അവർ വൈറലാവുന്നതാണ്, ഇങ്ങോട്ട് ആവട്ടെ. നമ്മളെ സന പ്രഗ്നന്റ് ആണ്. സനേനെ എന്താക്കും, നമ്മള് വളകാപ്പും മോം ട്യൂബും ഒക്കെ അടിപൊളിയായിട്ട് നമ്മളെ വീഡിയോ കൂടെ കാണിക്കുന്നതാണ്. ഇനി സനേനെ കാണിച്ചു കാണിച്ചാൽ ഇതാണ് സന. ഇപ്പൊ നമ്മൾ മാനന്തവാടി ടൗണിലെത്തി, നമ്മളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു അവർ ഹോം.
ആഷിക്ക് ഞങ്ങൾക്ക് ക്യാപിച്ചിനോ വാങ്ങി തന്നെ. ക്യാപിച്ചിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല പൈസ ഉണ്ടായിരുന്നു. ആഷിക്കാണ് പൈസ ഒക്കെ കൊടുത്തത്. ആഷിക്ക് അതുപോലെ തന്നെ ഇവിടെ മഴക്കാലാണ്, നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തോ കുറച്ച് വെയിൽ കാണുന്നുണ്ട്. എന്നാലും ഞങ്ങൾ കാറിൽ കൊണ്ടാക്കി തരാനുള്ള മനസ്സ് ആഷിക്ക് കാണിച്ച്. ഇനി ആ നന്മ നിറഞ്ഞ മുഖത്തെ ഞാൻ കാണിച്ചു തരാം. അട്രാക്റ്റീവ് ആയിട്ട് കണ്ണാടി കൂടെ ഒക്കെ കണ്ടോ? ക്രഷ് അടിക്കാൻ പറ്റൂല, ഇവിടെ സാധനം ഉണ്ട്. സാധനക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ നമ്മളിപ്പോ എത്താനായിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അത് രസമുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ സുന്ദരനായ അതും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഡ്രസ്സിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. ഓർഡർ ചെയ്യേണ്ടവർ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ഹസി ക്ലോത്തിങ്ങിലേക്ക് മെസ്സേജ് ചെയ്യണം ആൻഡ് ഫോളോ ചെയ്യാത്തവർ ഇപ്പൊ തന്നെ പോയിട്ട് ഫോളോയും ചെയ്യണം. അപ്പൊ ശരി ഗൈസ്, സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.